ഹലോ ഹായ് മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡെസേർട്ടിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോക്കനട്ട് പുഡിംഗ് ആണ്. പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പാൽ ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 2.5 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് 10 മിനിറ്റ് മാറ്റി വെക്കണം. ഇനി തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വെള്ളമല്ല ചേർക്കുന്നത്, നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള പാലാണ് ചേർക്കുന്നത്. അപ്പോൾ പാൽ ചെറിയ ചൂടോടെ വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറിയ ചൂടുള്ള പാല് പകുതി ചേർത്ത് കൊടുക്കുകയാണ്. അതായത് 1/2 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത്രയും തേങ്ങാപ്പാലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയിലേക്ക് വീണ്ടും ബാലൻസ് ഉള്ള 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നല്ല പോലെ അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇതിപ്പോൾ വലിയ അരിപ്പിലാണ് അരിച്ചെടുത്തിട്ടുള്ളത്. ഈ ചെറിയ അരിപ്പിൽ വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒട്ടും തന്നെ തരികളില്ലാതെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ജെലാറ്റിൻ നല്ല പോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അതിനായിട്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഈ ഒരു ബൗൾ വെച്ച് കൊടുത്താൽ മതി. ഇത്രയും കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള തേങ്ങാപ്പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാണ്. അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പം ഞാനിവിടെ ചെറിയ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അതിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും കഴിക്കാൻ കണക്കിനുള്ളത് അതിലൊഴിച്ചിട്ട് സെറ്റ് ചെയ്താണ് എടുക്കുന്നത്. ബാക്കിയുള്ളത് ഈ 2 ബൗളിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മൊത്തം 5 പേർക്ക് സെർവ് ചെയ്യാൻ കണക്കിന് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. 3-4 മണിക്കൂർ ആകുമ്പോഴത്തേക്കും നല്ല പോലെ സെറ്റായി കിട്ടും. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളൊരു മിക്സ് തയ്യാറാക്കി എടുക്കുകയാണ്. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് ചെറിയൊരു ബ്രൗൺ കളറായി വരണം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല പോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് തണുക്കാനായിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ആ പാനിൽ തന്നെ വെച്ചിരുന്നാൽ കൂടുതൽ റോസ്റ്റായി പോവും. ഇത് നന്നായിട്ട് തണുത്ത ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ മതി. നമ്മൾ സെർവ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇത് എടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള പുഡിങ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലിലായിട്ട് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ബൗളിൽ സെറ്റ് ചെയ്ത് വെച്ചത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. ഇത് കറക്റ്റ് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് എടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. കൂടുതൽ സമയം വെച്ചിരുന്നാൽ കൂടുതൽ കട്ടിയായിരിക്കും. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നതിന് കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിരുന്നാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ പുഡിങ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.